നമസ്കാരം. ഊടും പാവും നെയ്ത് ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഒരു നെയ്ത്തുശാല, തിരുവല്ല തുകലശ്ശേരി CMS നെയ്ത്തുശാല. ഇന്ന് ഹെറിറ്റേജ് ബൈറ്റ്സിന്റെ യാത്ര ഇവിടെ തുടങ്ങാം. ഫാദർ C.Y. തോമസ് അച്ഛാ, നമസ്കാരം. നമസ്കാരം. ഹെറിറ്റേജ് ബൈറ്റ്സിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ നെയ്ത്തുശാലയിലേക്ക് എത്തിയപ്പോൾ വളരെ ആശ്ചര്യമായിരുന്നു. കാര്യം നമ്മൾ ഒത്തിരി നെയ്ത്തുശാലകളൊക്കെ നമ്മൾ കേരളത്തിലുണ്ട്, പഴക്കമേറിയ. എന്നാൽ ഇതൊരു നെയ്ത്ത് സ്കൂളുകൂടിയായിരുന്നു. ഈ തുകലശ്ശേരി കുന്നിൽ വളരെ പ്രസിദ്ധമാണ് തിരുവല്ലയിലെ തുകലശ്ശേരി കുന്ന്. ഈ നെയ്ത്തുശാലയുടെയും ഒക്കെ ഒരു ചരിത്രമൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയാം. 1848 റവറൻ ജോൺ ഹോക്സ്വർത്ത് തോലശ്ശേരിയിലെത്തുന്നു. അദ്ദേഹമാണ് ഇവിടുത്തെ പള്ളി സ്ഥാപിച്ചതും ആദ്യമായിട്ട് സ്കൂള് സ്ഥാപിച്ചതും അതിനുശേഷം നെയ്ത്തുശാല, ഡെഫ് സ്കൂള്. ഈ ഓക്സ്ഫർത്ത് അദ്ദേഹം ഒരു മിഷനറി ആയിരുന്നു. അതെ. അദ്ദേഹം ഇവിടെ എത്തുമ്പം എങ്ങനെയാണ് ഈ തോലശ്ശേരിയിലേക്ക് എത്തപ്പെട്ടത്? അദ്ദേഹം മാവേലിക്കരയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് അവിടെ ജോസഫ് പീറ്റാണ് ആ മിഷൻ സ്ഥാപിച്ചത്. മാവേലിക്കര മിഷൻ സ്ഥാപിച്ചത് ജോസഫ് പീറ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു മിഷൻ സ്ഥാപിക്കണം, ഒരു മിഷൻ കേന്ദ്രം ഉണ്ടാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം മാവേലിക്കരയിൽ നിന്ന് തോലശ്ശേരിയിലേക്ക്, തിരുവല്ലയിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ തോലശ്ശേരി മനോഹരമായിട്ടുള്ള ഈ കുന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിക്കാനായിട്ട് അദ്ദേഹം ആദ്യമായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ഇവിടുത്തെ സ്കൂള് 1848 അദ്ദേഹം സ്ഥാപിച്ചു. അന്നിവിടെ വേറെ സ്കൂളുകളൊന്നുമില്ല. ഈ തിരുവല്ലയുടെ പ്രഥമ സ്കൂളാണ് CMS ഹൈസ്കൂളായിട്ട് ഇപ്പോൾ അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു പള്ളി ഇവിടെ സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാണ് പിന്നീട് WS ഹണ്ട് എന്ന് പറയുന്ന മനുഷ്യൻ മിഷനറി ആയിട്ട് ഇവിടെ വന്നു. ഇന്ന് നമുക്കറിയാമല്ലോ, ജാതി വ്യവസ്ഥയും തീണ്ടിലും തൊടിയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ അടിമവർഗത്തിൽപ്പെട്ട ആളുകളോട് അദ്ദേഹത്തിന് വളരെയധികം മമതയുണ്ടായിരുന്നു. ബോത്ത് ഈ ജോൺ ഹോക്സ്വർത്തിനും അതുപോലെ തന്നെ WS ഹണ്ടിനും വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. 1918 എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വർഷമാണ്. വേൾഡ് വാർ, ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ലോകമാകെ ഒരു ഇക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തിലുണ്ടായിരുന്നു. ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ അടച്ചുപോയി, തൊഴിൽ മേഖല സ്തംഭിച്ചു, ആളുകൾക്ക് വരുമാനം കുറഞ്ഞു, വളരെയധികം ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമാണ് ആ കാലഘട്ടത്തിൽ ആളുകൾ കഴിഞ്ഞുകൂടിയത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയാണ് നെയ്ത്തുശാല എന്ന ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപപ്പെട്ടത്. 1918 സെപ്റ്റംബർ മാസം 18-ാം തീയതിയാണ് നമ്മൾ ഇന്ന് കാണുന്ന നെയ്ത്തുശാല ആരംഭം കുറിക്കുന്നത്. അത് സ്കൂളിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അത് ആരംഭിക്കുന്നത് തന്നെ. അതായത് കുഞ്ഞുങ്ങളെ ഈ നെയ്യാൻ പഠിപ്പിച്ച് അവരുടെ ഒരു ജീവിതമാർഗം കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം അതിനെ കണ്ടത്. അതുകൊണ്ട് അത് സ്കൂളിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അത് ആരംഭിക്കുന്നത്. അത് ആരംഭിക്കുമ്പോൾ ഒരു നെയ്ത്തറിയും ഒരു സ്കൂൾ കൊടുത്ത 50 രൂപയുമായിരുന്നു അതിൻ്റെ ആകെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, മൂലധനം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്നീട് CMS വീവിംഗ് സ്കൂള് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ CMS വീവിംഗ് സ്കൂൾ വെച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണോ? പിന്നീട് ഇപ്പം ആദ്യം പാഠ്യേതര വിഷയമാക്കി അതിനെ മാറ്റി സ്കൂളിന്റെ ഭാഗമായിട്ട് തന്നെ അതിനുശേഷം ഒട്ടേറെ ആളുകൾ, മുതിർന്ന ആളുകൾ ഇവിടെ പഠിക്കാൻ തക്ക രീതിയിൽ എന്തിനങ്ങനെ തുടങ്ങാൻ വേണ്ടി അങ്ങനെ കൂടെ ഒരു ആവിഷ്കാരം? ആദ്യം 1818 സ്കൂളിന്റെ ഭാഗമായിട്ട് ഇത് തുടങ്ങി. അന്നത്തെ തിരുവിതാംകൂർ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇവിടെ സന്ദർശിക്കേണ്ടായി. അപ്പോൾ അത് സന്ദർശിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇത് സ്കൂളിൻ്റെ ഒരു പാഠ്യപദ്ധതിയാണ്. 3 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഈ കൈത്തൊഴിൽ
പഠിക്കുന്നതിനുള്ള ഒരു വേദിയായിട്ട് കണ്ടു. പക്ഷേ 1925 അന്നത്തെ ദിവാനായിരുന്ന രാഘവയ്യ ഇവിടം സന്ദർശിച്ചു. അദ്ദേഹം ഇത് സ്കൂൾ പാഠ്യപദ്ധതിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് സ്കൂളിൻ്റെ കീഴിൽ നിന്ന് ഇതൊരു ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇത് മാറ്റി. അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് മാറ്റി 1925 ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് ഒക്കെ പണിത് ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ പ്രായമുള്ള ആളുകൾ ഇവിടെ വന്ന് ആ നെയ്ത് ആ തുണിത്തരങ്ങൾ പിന്നീട് വീടുകളിൽ കൊണ്ടു നടന്ന് വിറ്റ് അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായിട്ട്. ഈ തോലശ്ശേരി കുന്നിൻ്റെ സൈഡിലൊക്കെ ഇപ്പോഴും താമസിക്കുന്ന ആളുകളൊക്കെ നേരത്തെ ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകളാണ്. അപ്പോൾ അന്ന് അവരുടെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് ഇവിടുന്ന് കൈത്തറി സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോയി വീടുകളിലൊക്കെ വിറ്റ് അതിൻ്റെ കമ്മീഷൻ കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ഇതൊരു സ്കൂളായി ഇതിനെ ഉയർത്തിയ സമയത്ത്, ഈ നെയ്ത്തുശാല സ്കൂളായിട്ട് ഉയർത്തിയ സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അധ്യാപകരുടെ ആവശ്യം ഉണ്ടാവും. അന്നത്തെ കാലത്ത് നമ്മുടെ ഇവിടെ ഒന്നും അതിനുള്ളൊരു സാഹചര്യമോ ആളുകളോ കണ്ടു കാണില്ല. അപ്പൊ അതിന്റെ അധ്യാപകരുടെയൊക്കെ ഒരു എങ്ങനെയായിരുന്നു, അവരെ തെരഞ്ഞെടുത്തതൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടുത്തെ ആദ്യത്തെ അധ്യാപകൻ നാഗർകോവിൽ സ്വദേശിയായിരുന്ന ഒരു വേദമണിയായിരുന്നു. അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ച് കുട്ടികളെ പഠിപ്പിച്ചു. അന്ന് 6 കുട്ടികൾ, അത് പല പള്ളികളിൽ നിന്ന് തെരഞ്ഞെടുത്ത 6 കുട്ടികളെ ഇവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കുകയായിരുന്നു. അത് കഴിഞ്ഞാണ് ഇത് ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പോകുന്നത്. പിന്നീട് ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ രൂപം പ്രാപിച്ചു. 20-ാം നൂറ്റാണ്ടിലെ ഒരു റെപ്യൂട്ടഡ് സ്ഥാപനമായിരുന്നു CMS വീവിംഗ് സ്കൂൾ. ഇവിടുത്തെ ഷീറ്റ് വളരെ പ്രസിദ്ധ, തോലശ്ശേരി ഷീറ്റ്സ് എന്നാ ഇതിന് പറയുന്നത്. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തോലശ്ശേരി ഷീറ്റ്സ് ആയിരുന്നു. പ്രേക്ഷകർക്ക് നമ്മൾ ഈ കാണുന്ന ആശുപത്രികളിൽ ചെല്ലുന്ന സമയത്ത് കാണുന്ന ഒരു പച്ച ഷീറ്റ് വിത്ത് ഒരു വൈറ്റ് ബോർഡർ വരുന്നത് എല്ലാം ഇവിടുന്നാണ് അതിന്റെ. അതെ അതെ, ഇന്നും അത് പ്രസിദ്ധമാണ്. ശരിക്കും നമ്മൾ കണ്ടപ്പോൾ, അല്ല ഇവിടെ വന്നപ്പോൾ, വരുമ്പോൾ, പ്രേക്ഷകർക്ക് ഇവിടെ വരുമ്പോൾ അറിയാം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് അറിയേണ്ടതുണ്ട്. ഒരു നോട്ടത്തിൽ എളുപ്പമാണെന്ന് നോട്ടത്തിൽ തോന്നും, പക്ഷെ ദിവസങ്ങൾ, മാസങ്ങൾ എടുത്ത് പൂർത്തീകരിക്കുന്നതാണ് പലതും എന്നാണ് നോയലിൽ. അപ്പൊ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ഇതിന്റെ ആ ഒരു തുടക്കം തൊട്ട്, ആ നൂൽ എങ്ങനെയാണ് ഇത് വാങ്ങിക്കുന്നത് തൊട്ട് നമ്മളിപ്പോ കാണുന്ന മുമ്പേ പറഞ്ഞ ആ പച്ച തുണിയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏതാണോ ആ തുണി, ആ നീന്തണം വരെയുള്ള ഒരു കാര്യങ്ങളെന്ന് പറയാം. തീർച്ചയായിട്ടും. അതിന് ഏറ്റവും ആദ്യം നമുക്ക് റോ മെറ്റീരിയൽ നമുക്ക് വേണ്ടത് നൂലാണ്. ഈ നൂല് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നുള്ളൂ, മറ്റൊന്നും നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നില്ല. നാഗർകോവിലിൽ നിന്ന് നമ്മളത് പരുത്തുവാണ്. അപ്പോൾ ആ നൂല് പരുത്തി കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജ് നമ്മുടെ ഡിസൈൻ അനുസരിച്ചുള്ള കളറിങ് ചെയ്യുക എന്നുള്ളതാണ്. അത് ആ ഡൈ ചെയ്യുക എന്ന് പറയുന്നത് അത് തീയിട്ട് പുഴുങ്ങി എടുക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. അതിന് പ്രത്യേക ഡ്രം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കളർ ചെയ്തെടുക്കുക, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കളർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണങ്ങി അതിൽ നിന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ കളർ പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന നൂലിൻ്റെ പ്രത്യേകത ഈ കളർ ഇതേന്ന് പോകത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എത്ര അലക്ക് നമ്മൾ പിന്നെ അലക്കിയാലും ഇത് അതുപോലെ സ്റ്റിഫായിട്ടിരിക്കും. അതാണ് ക്വാളിറ്റിയുടെ ഒന്നാമത്തെ ഒരു ലക്ഷണം. നമ്മുടെ ഡൈ എങ്ങനെയാണ് നമ്മൾ അതും എങ്ങനെയുള്ള എന്ത് അതൊരു പൊടിയാണ്, പൗഡർ ടൈപ്പ് ആണ്. അത് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം ആ പൗഡർ ടൈപ്പ് നമ്മൾ അത് കറക്റ്റ് അതിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമ്മളത് മിക്സ് ചെയ്തെങ്കിൽ മാത്രമേ കളർ പോകാതെ നമ്മൾ ഇരിക്കത്തുള്ളൂ. അതപ്പം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വർക്കേഴ്സ് അത് ചെയ്യുന്നതുകൊണ്ടാണ് കൃത്യമായിട്ടത് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ കളർ ചെയ്തെടുക്കുന്ന ആ നൂലാണ് പിന്നെ നമ്മുടെ ഓരോ പ്രവർത്തനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നേരെ അത് ചർക്കയിലേക്ക് വരും. ചർക്കയെ വന്ന് അത് അതൊരു ഒരു അൺഈവൻ സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. അതിനെ നമ്മൾ ചുറ്റി ഒരു ബോബിനിലെ അല്ലെങ്കിൽ അതിനെ കയറ്റും. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. പല ടൈപ്പ്, അത് ക്രോസ് അടിക്കാനായിട്ടുള്ള നൂലായിക്കോട്ടെ, പാവിടാനുള്ള നൂലായിക്കോട്ടെ, അതെല്ലാം അവർ ആ ചർക്കയിലിരുന്ന് ചുറ്റിയെടുക്കും. അതും വലിയൊരു നീണ്ട പ്രോസസ്സാണ്. നമുക്കറിയാം ചർക്ക എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് മഹാത്മാഗാന്ധി ചർക്കയിൽ നൂൽ നൽകുന്നതാണ്. അതെ, അത് വളരെ അന്നത്തെ കാലത്ത് അതിപ്പോഴും തുടരുന്നു. ആ ഒരു ട്രഡീഷണൽ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ പോകുന്നത്. തീർച്ചയായിട്ടും. നമ്മൾ ഈ ചർക്കയിൽ ഇത് ചെയ്യുന്ന കാണുമ്പോൾ വിചാരിക്കും ഗാന്ധിജി ഇത് ചുറ്റുമ്പോൾ തന്നെ അവിടെ ഡ്രസ്സ് റെഡി ആയെന്നുള്ളതാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ അത് കഴിഞ്ഞിട്ടും നീണ്ട പ്രോസസ്സാണ് അതിന്റെ ബാക്കിലുള്ളത്. പക്ഷേ ഇതിന്റെ ഒരു അൺഈവൻസ് മാറാൻ വേണ്ടിയാണ് ചർക്കയിൽ അതൊരു കൃത്യ ഷേപ്പിൽ, മീൻസ് ഒരു റോളിലേക്ക്. അതെ, നമുക്ക് റോൾ ആക്കി എടുക്കാനാണ് ചർക്ക പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. റോളിങ്ങിനുള്ള പ്രോസസ്സ് മാത്രമാണ് ചർക്ക ചെയ്യുന്നത്. പക്ഷെ അത് നമ്മുടെ ട്രഡീഷൻ തന്നെ, അത് വേറെ മിഷൻസോ മോട്ടോഴ്സോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതേ സെയിം ട്രഡീഷൻ തന്നെയാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് 2 പ്രോസസ്സ് ഇനിയുണ്ട്. പാവിടുകയും പാവെടുക്കുകയും എന്ന്
പറയുന്ന പ്രോസസ്സ്. പാവ് അപ്പം പാവ് എന്ന് പറയുന്നതാണ് ആക്ച്വലി നമ്മുടെ വർക്ക് ചെയ്യാനുള്ള ആ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം അതിന് ഒരു സ്പെഷ്യൽ ഡ്രം നമുക്കുണ്ട് അവിടെ. ആ ഡ്രമ്മിലേക്ക് ഇവർ ഈ നൂലിനെ ഒരു ഈക്വൽ എമൗണ്ടിൽ അതിൻ്റെ ഡിസൈൻ അനുസരിച്ച് ചുറ്റിയെടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഏത് ഡിസൈനാണ് ഷീറ്റിന് വേണ്ടതെന്ന് ഇവിടെയാണ് തീരുമാനിക്കുന്നത്. അത് ആ ഡ്രമ്മിൽ വളരെ കൃത്യമായിട്ട് എണ്ണം എടുത്ത് ചുറ്റിയെടുക്കും. അപ്പം ഇതാണ് പാവിടുക എന്ന് പറയുന്നത്. എന്നിട്ട് പാവിടുക, ഡ്രമ്മേൽ അത് കയറി കഴിഞ്ഞാൽ പാവിട്ട് കഴിഞ്ഞു. ഇനി പാവെടുക്കുന്ന ജോലിയാണ് നമ്മുടെ ഈ തറകളിലുള്ള ഈ കാണുന്ന സ്പിൻഡിലിൽ അതിനെ തിരിച്ച് ചുറ്റിയെടുക്കുകയാണ് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട്. അതിനെയാണ് പാവെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇട്ടു, വീണ്ടും തിരിച്ച് മറ്റൊരു ചുറ്റി ആ ഡ്രമ്മിൽ നിന്ന് നമ്മൾ അതിനെ റിമൂവ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ജോലിക്ക് ആവശ്യമുള്ള ഈ സ്പിൻഡിലിൽ അത് കയറ്റി കഴിഞ്ഞു. ഈ പാവിടുകയും പാവെടുക്കുകയും നമ്മൾ ഈ പറഞ്ഞ പോലെ എളുപ്പമല്ല. എത്ര നൂല് ഏകദേശം ഒരു പാവിനകത്ത് വരും ആ ഡിസൈൻ അനുസരിച്ച്? ഏകദേശം ഒരു സിംഗിൾ ഷീറ്റ് ആണെങ്കിൽ നമുക്ക് ഏകദേശം 2200ഓളം നൂലുകളാണ്. അതായത് 2200 അവർ എണ്ണി കയറ്റുകയാണെന്ന് നമ്മൾ ഓർക്കണം. 2200 നൂലുകൾ എണ്ണിയാണ് പാവയിലോട്ട് കണക്ട് ചെയ്യുന്നതും തിരിച്ച് പാവ സ്പിൻഡിലേക്ക് മാറ്റുന്നത്. പാവിടാൻ എത്ര സമയം എടുക്കായിരിക്കും? പാവിടാൻ നമുക്ക് ഏകദേശം അത് മെയിൻ ഡ്രമ്മേ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തെ ചിലവുള്ളൂ. എന്നാൽ ഡ്രമ്മേ കയറുന്ന ഒരു 1-2 ദിവസത്തെ ഒരു നീണ്ട പ്രോസസ്സാണ് പാവിടുകയും എടുക്കുക. അത് ഓരോ സിംഗിൾ ഷീറ്റിന് സമയം ഇച്ചിരി കൂടുതൽ എടുക്കും, ക്രോസ് സ്റ്റിച്ചിന് ഇച്ചിരി കുറയാം, പില്ലോ കവറിന് കുറച്ചും കൂടെ കുറയാം, തോർത്തിന് പിന്നെയും കുറയാം. ആ വിഡ്ത്ത് അനുസരിച്ചാണ് ഇതിന്റെ ടൈം അതെടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഈ മെഷീനിലോട്ട് കയറ്റുന്നു. അതെ, അതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? മെഷീന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? നമ്മൾ പാവ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ സ്പിൻഡിൽ നമ്മൾ നേരെ കൊണ്ട് നമ്മുടെ തറിയിലായിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്കിവിടെ പ്രധാനമായിട്ടും 2 ടൈപ്പ് തറികളാണുള്ളത്. ഒന്ന് നമ്മുടെ ഏറ്റവും മാനുവൽ ആയിട്ടുള്ള പഴയ കാലത്തെ ഈ കാണുന്നത് പോലുള്ള പുരാതന തറികളാണ് ഒരു ടൈപ്പ്. 2 നമ്മൾ വളരെ അടുത്ത സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സെമി ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന തറികളാണ്. ഇതിൻ്റെ 2ൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മാനുവലിലാണെങ്കിൽ നമ്മുടെ കൈയും കാലും എല്ലാം വർക്ക് ചെയ്യണം. അതായത് ഇതിൻ്റെ ക്രോസ് പോകുന്ന ഷട്ടിലുകളെല്ലാം നമ്മൾ കൈ കൊണ്ട് അടിച്ചു പോകണം, കാലും കൊണ്ട് നമ്മൾ അതിൻ്റെ നൂലിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് മാറ്റി കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതുകൊണ്ട് സമയം കൂടുതലെടുക്കും. പക്ഷേ നമുക്ക് കൂടുതൽ പ്രിസിഷനോടുകൂടി ചെയ്യാൻ പറ്റും. ഓരോ നൂല് എവിടെയെങ്കിലും പൊട്ടുന്നുണ്ടോ, നൂലിൻ്റെ എന്തെങ്കിലും ഡാമേജ് പറ്റുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ആ മാനുവലിനകത്ത് എടുക്കാം. അതാണ് ഇതിൻ്റെ ക്വാളിറ്റി നമ്പർ 2. 1 ഡൈ ആണ് ഞാൻ പറഞ്ഞത്, 2 ഇതിൻ്റെ ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇത്രയും ശ്രദ്ധയോടുകൂടെ ചെയ്യുന്ന തറിയലുള്ള പ്രവർത്തനമാണ്. സെമി ഓട്ടോമാറ്റിക് വരുമ്പോൾ നമ്മുടെ കൈകൾ ഉപയോഗിക്കേണ്ട എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ അടിക്കുന്ന കൈകൾ ഉപയോഗിക്കേണ്ട, കാലുകൾ മാത്രം അടിച്ചാൽ മതി. അപ്പം കാലുകൾ കൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ നൂലിൻ്റെ അലൈൻമെൻറ്റും ക്രോസ് പോകുന്ന ഷട്ടിലുകളും എല്ലാം ഒരേ സമയം വർക്ക് ചെയ്യും. അത് ബാക്കി മിഷൻസ് അതിനകത്ത് മോട്ടോഴ്സ് ഒന്നുമില്ല, മാനുവൽ തന്നെയാണ്. എന്നാൽ മിഷൻസ് അതിനകത്ത് ഇന്റേണൽ ആയിട്ടുള്ള സ്പ്രിംഗ് മെക്കാനിസം ആണെങ്കിൽ അതിനനുസരിച്ച് കൈ ഉപയോഗിക്കാതിരിക്കാനായിട്ട് സഹായിച്ച് ചെയ്യാം. അപ്പം കുറച്ചും കൂടെ പ്രൊഡക്ഷൻ നമുക്ക് അതിനകത്ത് കൂടുതൽ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും മാനുവലാണ് ടൈം എടുക്കുക. ഏകദേശം നമുക്കൊരു 1 മീറ്റർ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്റെ കണക്ക്? ഏകദേശം മാനുവൽ ആണെങ്കിൽ നമുക്ക് ഏകദേശം 2.5-3 മീറ്റർ അടുത്ത് നമുക്ക് ചെയ്യാം. അത് മറ്റേ സെമി ആകുമ്പോൾ ഒരു 4 മീറ്ററോളം അടുത്ത് നമുക്ക് 4-4.5 മീറ്ററോളം നമുക്ക് ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വർക്കേഴ്സിന്, നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്ക് കഠിനാധ്വാനം മാനുവലാണ്. തീർച്ചയായിട്ടും കാലം എല്ലാം ചലിക്കണം. നല്ല ശ്രദ്ധ അതിനകത്ത് വേണം. നോയൽ പറഞ്ഞതനുസരിച്ച് ഈ മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, ഈ ഇതിന്റെ ഓരോ നൂലുകൾ എടുക്കുന്നതിനകത്തൊക്കെ ഒരു പരിശീലനം, ഒരു എക്സ്പീരിയൻസ് ആണ് ഫാക്ടർ. കൈ മുറിയാം, അങ്ങനെയുള്ള എന്തൊക്കെയാണ് അതിനകത്തുള്ളൊരു? തീർച്ചയായിട്ടും അത് ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീവിംഗ് സ്കൂളിലെ ജോലി എന്ന് പറയുന്നത് ഏറ്റവും ക്ഷമയുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സിംഗിൾ ഷീറ്റ് ഏകദേശം 2200 നൂലുകൾ അവരൊരു പാവിൽ കയറ്റിക്കൊണ്ട് മിഷൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ 2200 നൂലുകളും ഓരോന്നെടുത്ത് വേണം മിഷനിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട്. അത് പിരിച്ചാണ് ചെയ്യുന്നത്, നമ്മൾ കെട്ടുകയൊന്നുമല്ല. അത് അവർക്കൊരു സ്പെഷ്യൽ ടെക്നിക്കുണ്ട്. അവർ ആ കൈകളുടെ വിരലുകൾക്കിടയിൽ വെച്ച് അതിനെ ഒന്ന് തിരുമ്മിക്കഴിഞ്ഞാൽ അത് ലോക്കാണ്, പൊട്ടാത്ത രീതിയിൽ അത് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം അങ്ങനെ 2200 അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഏകദേശം 4 ദിവസത്തോളം അവരിതെടുക്കും. അത് പറഞ്ഞാൽ ക്ഷമയില്ലാതെ ഈ ഒരു ജോലിക്ക് അതിലും ഒരിക്കലും സാധ്യമല്ല. അപ്പം അങ്ങനെ കണക്ട് ചെയ്തതാണ് ഇവർ നെയ്തെടുക്കുന്നത്. തോർത്തിനാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് തീരും, കാരണം വിട്ട് അത്രയേ ഉള്ളതുകൊണ്ട്. സിംഗിൾ ഷീറ്റ് ആകുമ്പോൾ ഇത് കൂടും, ക്രോസ് സ്റ്റിച്ച് അതനുസരിച്ച് മാറും. ക്രോസ് സ്റ്റിച്ചാണ് അതിൻ്റെ ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യം. കാരണം ക്രോസ് സ്റ്റിച്ച് നമുക്കറിയാം, നമ്മുടെ എംബ്രോയിഡറി വർക്ക് ചെയ്യുന്നവർക്കും ഈ സൂചി നൂലും കൊണ്ട് പടങ്ങളിൽ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഷേപ്പുകളൊക്കെ ചെയ്യുന്നവർക്കും ഈ ക്രോസ് സ്റ്റിച്ചിൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്രോസ് സ്റ്റിച്ച് ഏറ്റവും ഡിമാൻഡുള്ള ഒരു ഐറ്റമാണ്. കാരണം ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നത് മാനുവലിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രോസ് സ്റ്റിച്ചിലെ പ്രശ്നം എന്ന് പറയുന്നത് നൂലിൻ്റെ കട്ടിയാണ്, അല്ലെങ്കിൽ ആ ഷീറ്റിൻ്റെ കട്ടിയാണ് അതിനെ ആ ഒരു പ്രവർത്തനത്തിന് യൂസ് ചെയ്യാനായിട്ട് സജ്ജമാക്കുന്നത്. അതുകൊണ്ട് ആ കട്ടി കിട്ടണമെങ്കിൽ ഈ കണക്ട് ചെയ്യുന്ന നൂലും അതുപോലെ കട്ടിയുള്ളതാണ്. അതുകൊണ്ട് അവർ അത് പിരിച്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവരുടെ കൈകളൊക്കെ പൊട്ടാറുണ്ട്, തൊലികൾ പോകാറുണ്ട്. എന്നാലും ഈ പറയുന്ന 1000, 1500, 2000 നൂലുകൾ അവർ തിരുമ്മി കൈകൾ പൊട്ടിയാലും അവർക്കത് ചെയ്യേണ്ടത് കൊണ്ട് അത് ചെയ്തെടുക്കും.
എന്ത് സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടിയാണ് അല്ലെ ഓരോ നൂലിഴയും ചേർത്ത് ഇവിടെ തുണിത്തരങ്ങൾ നിർമ്മിക്കുന്നത്. അതെ, നമുക്കിനിയും ഒരു രുചി കാണണ്ടേ, ഒരു രുചി അറിയണ്ടേ? അങ്ങോട്ടേക്ക് പോവാം, വാ. യെസ്, നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് കുറ്റൂര് നമ്മുടെ മറിയാമ്മ ആന്റിയുടെ വീട്ടിലാണ്. ആന്റി, വെൽക്കം ടു ഹെറിറ്റേജ് ബൈറ്റ്സ്. അപ്പോൾ ഞങ്ങള് നമ്മുടെ CMS വീവിംഗ് സ്കൂളിലൊക്കെ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടു, ആ ചരിത്രങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഞങ്ങളോട് നിന്നപ്പോഴാണ് നമുക്കൊന്ന് രുചി വേണമല്ലോ ഹെറിറ്റേജ് ബൈറ്റ്സിൽ. അങ്ങനെയാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്നത്, മറിയാമ്മ ആന്റിയുടെ വീട്ടിലേക്ക്. ആന്റി ഒരു സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആണ്, വർക്ക് ചെയ്യാണ്. മാത്രമല്ല ഒരു സാഹിത്യകാരിയാണ്. അപ്പം സാഹിത്യം കൂടെ ചേർന്ന അല്ലെങ്കിൽ കലയും കൂടെ ചേർന്ന ഫുഡ് തന്നെയാണ്. ഇപ്പൊ എന്ത് ഫുഡാണ് ഞങ്ങൾക്ക് തരാൻ പോണത്? നമ്മള് ഇണ്ടറിയപ്പം അല്ലെങ്കിൽ ഇണ്ടടിയപ്പം എന്നും പറയും. ഇത് കഷ്ടാനുമാഴ്ചയിലെ പെസഹായിക്ക് പെസഹാ ദിനത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക വിഭവമാണ്. ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ആന്റി കൊച്ചുമോൾ ആന്റി വീട്ടിൽ വിളിക്കും അല്ലേ? ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോടെ കൊച്ചുമോളേന്ന് വിളിക്കും. അപ്പൊ ഞങ്ങൾ കൊച്ചുമോൾ ആന്റി വിളിക്കാം. അറിയാൻ ആന്റി എന്താ അപ്പൊ എന്തായാലും കൊച്ചുമോൾ ആന്റി എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ്? നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടി. അരിപ്പൊടി 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ ഇതിന്റെ 4/1 ഭാഗം ഉഴുന്നെടുക്കണം. അത് 4 മണിക്കൂർ മുമ്പ് വെള്ളത്തിനകത്തിട്ട് കുതിർത്തിട്ട് അരച്ചെടുക്കാം. അതിനകത്തേക്ക് നമ്മൾ തേങ്ങ, ഇത് അരമുറി തേങ്ങ ഇതിനകത്ത് അരയ്ക്കാനായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിനോട് കൂടെ നമ്മൾ ചേർക്കുന്നത് ചുവന്നുള്ളി, വെളുത്തുള്ളി ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് ജീരകം പൊടിച്ച് ചേർക്കും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം ഈ അരച്ചതും ഈ അരിപ്പൊടിയും ഇവിടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് അടയുണ്ടാക്കി വേകാൻ വെച്ചതിന് ശേഷം അതിന് പാലാണ് ഉണ്ടാക്കുന്നത്. ഈ അടയ്ക്ക് പ്രത്യേക രുചിയൊന്നുമില്ല. പാലെന്ന് പറയുന്നത് ശർക്കര പാനി, അത് അരിപ്പൊടി എടുത്തിട്ട് കുറുക്കുക. അതിനകത്ത് തേങ്ങാപ്പാൽ ചേർത്ത് 1-ാം പാലും 2-ാം പാലും ചേർത്ത് കുറുക്കിയിട്ട് അതിനകത്ത് ശർക്കര പാനി ചേർത്തെടുത്തിട്ട് അതിനകത്ത് പിന്നെ ചേർക്കുന്നത് ജീരകം, ഒരല്പം ജീരകം, ഏലക്കായ. അതെ, അരിപ്പൊടി നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തത് 1 കപ്പ്. ഈ അരിപ്പൊടിക്കകത്തേക്ക് ഈ ഉഴുന്ന് അരച്ചു വെച്ചതോ അല്ലെങ്കിൽ ഉഴുന്ന് വറുത്ത് പൊടിച്ചതോ നമ്മൾ അരച്ചു വെച്ചത് എടുക്കുക. നമുക്കിനിയുള്ളത് ജീരകം നമ്മൾ ചേർക്കുക. അതിൻ്റെ കൂടെ ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. ഇതിനകത്ത് വെള്ളം ഒഴിക്കണം. അപ്പം ഈ അരച്ചു വെച്ചേക്കുന്ന നമുക്ക് ഇതിലേക്ക് ചേർക്കാം. തേങ്ങയും ജീരകവും വെളുത്തുള്ളി ചുമന്നുള്ളി ഇത്രയും സാധനങ്ങൾ പേസ്റ്റാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുമേ ഇത് ഇളക്കിയിട്ട് ആവശ്യത്തിന് അടയുടെ പരുവത്തിനാക്കി എടുക്കും. ഇനി ഒരല്പം തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. വാഴയിലേക്കകത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ 3ആയിട്ട് ഭാഗിച്ചാൽ അത് 2 ഭാഗത്തെ നമ്മൾ അട പരത്തത്തുള്ളൂ. അതിനൊരു പ്രത്യേക മടക്കാണ്. അതാണ് ഇൻട്രിയപ്പത്തിന്റെ ഒരു പ്രത്യേകത. ഇതുവരെ മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ, ഈ പേസ്റ്റ് എങ്ങനെയാണ്, ഈ ഒരു മാവ് എങ്ങനെ ഉണ്ടാക്കിയത് നമ്മൾ കണ്ടു. ആ മാവ് ഈ ഏകദേശം ഒരു സ്ക്വയർ രീതിയിൽ വാഴയില എടുത്ത് ആ വാഴയിലോട്ട് ഇപ്പം പറ്റിക്കുകയാണ് അല്ലേ? ശരി, ഇനി നമുക്കത് പരത്താം. കനം കുറച്ച് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മടക്ക് നമ്മൾ ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ട് അത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ഇത് മനസ്സിൽ നമ്മൾ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ വെച്ചു. ഇതിങ്ങനെ അപ്പോൾ ഇതുപോലെ അടയുണ്ടാക്കി നമ്മൾ അപ്പം ചെമ്പിനകത്ത് വെച്ച് വേവിച്ച് അടുത്ത സ്റ്റെപ്പ്. നമ്മൾ ആ രണ്ടാമത്തെ പ്രോസസ്സായ പാലുകറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടത് ഒരു 3 സ്പൂണ് അരിപ്പൊടി ഇട്ടു. ഇനി ഇതിനകത്ത് ചേർക്കുന്നത് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുമ്പം 3 പാലെടുക്കും. ഒന്ന് തലപ്പാലെന്ന് പറയും, പിന്നെ ഇത് 2-ാം പാല്, ഇത് 3-ാം പാല്. അപ്പം ഈ 3-ാം പാൽ ആദ്യം ഇത് ഒഴിച്ചൊന്ന് കുറുക്കും, അതായത് ഇളക്കും. ഏകദേശമായിട്ടുണ്ട്. നമുക്ക് അടുത്തത് കുറച്ച് ഒഴിക്കാം.
ഇത് ആവശ്യത്തിന് നമ്മൾ ഇടയ്ക്ക് രണ്ടാം ചേർക്കും. പാലല്ലേ? ഇത് രണ്ടാം പാല്. എന്നിട്ട് ഇനി നമുക്കതിന് കുറുക്കാൻ പോവുകയാണ്. ഈ പാല് കുറുക്കാൻ പോവാ. ഇതൊന്ന് തിളച്ച് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശർക്കരയും കൂടെ ചേർക്കും. ഇനി നമ്മൾ ചേർക്കുന്നത് ഏലക്ക പൊടി, ഏലക്ക പൊടിച്ചത്, ഏലക്ക, ഇനി ജീരകം, പിന്നെ ഉപ്പ് പാകത്തിന്, ഒരു നുള്ളുപ്പ്. ഏകദേശം ആയം തോന്നുന്നു. അടുത്ത എന്താണ് ഇടുന്നത്? ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പാളയത്തോളം പഴം. ഇനിയുമേ ഇതിനകത്തേക്ക് ഇനി തലപ്പാൽ ഒഴിക്കുക. തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചൂടാക്കാൻ പാടില്ല, അതുകൊണ്ടാണ് തീ കരുതിയത്. നമുക്ക് ഏകദേശം ഇത് പാല് റെഡി ആയല്ലേ? അതെ, ഓക്കെ, റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ തരുന്നത് നമ്മുടെ അപ്പച്ചമ്പിൽ നിന്ന് അകത്തിരുന്നത് നമ്മുടെ ഇന്ദ്രയപ്പം വിളിക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. ഞാനും കേൾക്കുന്നുണ്ട്. നോക്കിയാലോ? നോക്കാം നമുക്ക്. മനസ്സിലാ. അപ്പൊ നമ്മുടെ ഇന്ദ്രയപ്പം മറിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി. ആഹാ ആഹാ. ഇന്ദ്രയപ്പവും നമ്മുടെ പാലുകറിയും വളരെ എന്താ പറയുക, കാണാൻ തന്നെ ഒരു സുഖമാണ്. അപ്പോൾ നമുക്ക് രുചിച്ചൂടെ നോക്കാം എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കൊച്ചുമോളാൻറ്റി നമുക്ക് സമ്മാനിച്ച. അപ്പോൾ ഞാൻ കുറച്ച് ഇന്ദ്രയപ്പം എടുത്തു. ആൻറ്റി പറഞ്ഞത് പഴം കൂട്ടി കഴിക്കണം എന്നാണ്. അപ്പം പഴം ഞാൻ ഒരെണ്ണം എടുത്തു, ചേർത്ത് കഴിക്കാനേ. നന്നായിട്ടുണ്ട്. ഈ അപ്പത്തിന് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ടേസ്റ്റ് മധുരമില്ലാത്തതുകൊണ്ട് മധുരമില്ല എന്നുള്ളതാണ്. പക്ഷെ ടേസ്റ്റ്ലെസ് ആണെന്ന് പറഞ്ഞാലും പക്ഷെ ആ അരപ്പിന്റെയും ആ ചുമന്നുള്ളിയുടെയും അരപ്പിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്, വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പാലുകറിയോട് ചേർത്ത് കഴിക്കുമ്പോൾ നമുക്കറിയാം ആ പറഞ്ഞ മറ്റു രുചിപ്രദമാകുവാൻ, അല്ലെ, രുചി ഇല്ലാത്തതിനെ രുചിപ്രദമാക്കുവാൻ ഈ ഒരു കോമ്പിനേഷൻ സ്നേഹത്തിൽ മുക്കി കഴിക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇതൊരു വിശ്വാസ പാരമ്പര്യം കൂടെ ഉള്ളതാണ്. നമുക്കറിയാം കൊച്ചുമോളാൻറ്റി ഗ്രാനായ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നിന്ന് അവിടെ ഇന്ദ്രയപ്പം ഇങ്ങനെയാണ്, അല്ലേ? നിങ്ങളുടെ പള്ളിയെല്ലാം ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ പല ഭാഗം നോക്കി പലയിടത്തും പല രീതിയിലാണ്. ഇതും കൂടെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. ഇപ്പം നമ്മുടെ കൊച്ചുമോളാൻറ്റിയുടെ സ്പെഷ്യൽ ഇന്ദ്രയപ്പവും പാലുകറിയും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യുക. അപ്പൊ എന്തായാലും ഹെറിറ്റേജ് ബൈറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ കൊച്ചുമോളാൻറ്റി ഒത്തിരി ഒത്തിരി സന്തോഷം ഞങ്ങൾക്ക് ഈ ഒരു രുചിപ്രദമായിട്ടുള്ള വിഭവം സമ്മാനിച്ചതിൽ. താങ്ക് യു ആൻറ്റി, താങ്ക് യു സോ മച്ച്. അതെ, ഇത് നമ്മൾ കണ്ടത് എന്താണ്? കേരളത്തിൽ ഒട്ടേറെ നെയ്ത്തുശാലകൾ ഉണ്ടെങ്കിലും തിരുവല്ല തൂലശ്ശേരി നെയ്ത്തുശാലയുടെ ആ പ്രത്യേകത, ആ നെയ്ത്ത് വിദ്യാലയം ഉൾപ്പെടെയുള്ള ചരിത്രത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞു. കൂടെ നമ്മുടെ മറിയാമ്മ ടീച്ചറിന്റെ ആ രുചി വിഭവവും എല്ലാവർക്കും മനസ്സ് നിറഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കണ്ടുവിട്ടാൽ അതുവരേക്കും നന്ദി, നമസ്കാരം.